ഹലോ ഗായ്സ്, മണാലി പാർട്ട് 2 വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് പോന്ന് പിറ്റേ ദിവസം മോർണിംഗ് ഒരു 8:30 ആയപ്പോൾ മണാലി സിറ്റിയിലേക്ക് എത്തി. ഇവിടെ ഞങ്ങൾക്കായിട്ട് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. അവർ നമ്മളെ ഈ ഹോട്ടലിലേക്ക് കൊണ്ടാക്കി തന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. ഇത് വന്നിട്ട് ഹിഡുംബ ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 11 o'clock ചെക്ക് ഇൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഞങ്ങൾ പുറത്തിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു 11 o'clock ആയപ്പോൾ നമുക്ക് റൂം കിട്ടി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്, പിന്നെ വന്നിട്ട് ഒരു കബോർഡ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാനും എല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. അതും നല്ല അടിപൊളിയായിരുന്നു. നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ബാത്റൂം ആയിരുന്നു കേട്ടോ. അതും നല്ല അവർ ക്ലീനായിട്ട് നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. പിന്നെ അങ്ങോട്ട് പോകുമ്പം ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ളിലിരുന്നിട്ട് നമുക്ക് നൈറ്റൊക്കെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ സംസാരിക്കാനോ ഒക്കെ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ബാൽക്കണിയാണ്. ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ. മിറർ വെച്ചിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ നമുക്ക് കർട്ടൻ നീക്കിയാലൊക്കെ നല്ല വ്യൂ ആയിട്ട് കിട്ടും. പിന്നെ ഇങ്ങനെ ഗ്ലാസ് തുറന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇരിക്കാനൊക്കെയുള്ള കോഫിയൊക്കെ കുടിക്കാനൊക്കെ പറ്റിയ കുറച്ച് രാവിലെയൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. പിന്നെ വ്യൂ ഇവിടെ നിന്ന് അധികം അങ്ങോട്ട് ഇല്ല, എന്നാലും കുറച്ചൊക്കെ അവിടെ ഇങ്ങനെ മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റും. അതും നല്ല അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് മോർണിംഗൊക്കെ ഇങ്ങനെ കോഫിയൊക്കെ കുടിക്കാനും അങ്ങനെ ചില്ല് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പേസാണ് കേട്ടോ അത്. ഇനി ഇതേ ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഏരിയ ആണ് കേട്ടോ എനിക്ക് ഈ ഹോട്ടലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. ഞാനും ചേട്ടനും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തത്, റൂമിനേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഈ ഒരു പ്ലേസിലാണ് കേട്ടോ. ഇവിടെ നിന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഈ കാണുന്ന വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഒരു രക്ഷയില്ല കാണാനായിട്ട്. നമ്മൾ ശരിക്കും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ കുറേ നേരം നമ്മൾ തന്നെ ഇരുന്ന് പോകും. അതുപോലെ ഒരു പ്ലേസാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തത് ഇവിടെ നിന്നാണ്. ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. ആ മഞ്ഞുമലകളും എല്ലാം കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഈവനിങ് ഒക്കെയാണ് കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് ഈ വെയിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അതേ ഞങ്ങൾ റെഡിയായി. ഇനി നമുക്ക് ഇന്ന് നമ്മളൊരു ഉച്ചയ്ക്കാണ് പുറത്തിറങ്ങുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് പ്ലേസിലേക്കാണ് ഇന്ന് പോകുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വഴിയെ കാണാം നമുക്ക് കേട്ടോ. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കോസ്റ്റ്യൂം. അപ്പോൾ ഞങ്ങൾ റെഡിയായിട്ട് താഴെ ഇറങ്ങി കേട്ടോ. താഴെ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഗൈഡ് വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ ഗൈഡും ഒരു കാറും അവർ തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകുക. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ താഴേക്കൊന്ന്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് മണാലിയിലാണ്. മണാലിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തുണ്ട്. താഴത്തേക്ക് വന്നിട്ട് കുറച്ച് ആപ്പിൾ തോട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ആപ്പിൾ വരുന്നുള്ളൂ. അത് ചെറിയ ചെറിയ ട്രീസാണുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് നമ്മളെ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിഡുംബ ടെമ്പിള് ഇന്നത്തെ നമ്മുടെ കുറച്ച് പ്ലാൻ ഉണ്ട്. നമ്മൾ വയ്യെ കാണിച്ചു തരാം. ഇതാണ് ആപ്പിളിൻ്റെ ചെറിയ മരമാണ്. അന്ന് നല്ല വ്യൂ ആണ്. നമുക്ക് ഈ കാണുന്ന മലയൊക്കെ കാണാൻ പറ്റും. കുറച്ച് ഏരിയയിൽ മാത്രമേ ഇങ്ങനെ ഒരു സ്നോ കാണുന്നുള്ളൂ. ഇപ്പോൾ സീസൺ ആണെന്ന് ചോദിച്ചാൽ അല്ല. ഇന്ന് മുതലാണ് നമ്മൾ മണാലി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് പ്ലേസസ് അവർ തന്നിട്ടുണ്ട്. ആ പ്ലേസസ് ഒക്കെ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ കുറച്ച് അഡ്വെഞ്ചേഴ്സ് ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഞങ്ങളുടെ കസിൻസും എല്ലാവരും ഈ ഒരു പ്ലേസ് ഡ്രീം പ്ലേസ് ആണ്. എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്ലേസാണ്. ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാക്സിമം എത്ര ചെലവ് വെച്ച് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഹൺമൂണാണ്. ഫസ്റ്റ് ടൈം നമ്മൾ എങ്ങനെ മാക്സിമം നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ
ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൈഡ് വന്നു. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലേക്കാണ് കേട്ടോ. ഇത് ഹിമാലയത്തിൽ നിറയെ മൊണാസ്ട്രീസ് ഉണ്ട്. അതിൽ ഫേമസ് ആയ ഒരു മൊണാസ്ട്രിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇത് വന്നിട്ട് മാൾ റോഡിലാണ് ഉള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ പുറത്ത് പാനിപ്പൂരിയൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഈ കാണുന്നതാണ് മൊണാസ്ട്രി. പുറത്ത് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട തിരക്കൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഉള്ളിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ മൊണാസ്ട്രി. ഇതിൻ്റെ ബാക്കിലൊക്കെ അടിപൊളി മലനിരകളും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ സീസൺ ടൈമിൽ വരികയാണെങ്കിൽ ഇതൊന്നും കൂടെ അടിപൊളിയായിരിക്കും കാണാൻ. അങ്ങനെ ഞങ്ങൾ ഷൂ ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ കയറുന്ന വഴിക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നമ്മളൊരു 20 രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 20 രൂപയൊക്കെ പേ ചെയ്തിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാം. പിന്നെ ഉള്ളിൽ മുകളിലൊക്കെ ആയിട്ട് കുറേ ഇതുപോലെ അവരുടെ പ്രതിമകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ ആരാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളും ജസ്റ്റ് ഒന്ന് പ്രേ ഒക്കെ ചെയ്ത് അവിടെ പിന്നെ മെഡിറ്റേഷൻ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. എനിക്കിവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ചുമർ ചിത്രങ്ങളും ആർക്കിടെക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പ്രത്യേക ഒരു വൈബും ഉണ്ട്. നമുക്ക് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെ ഞങ്ങൾ മൊണാസ്ട്രിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ വാൻ വിഹാർ പാർക്കിലേക്കാണ് അടുത്തതായി പോയത് കേട്ടോ. അതിൻ്റെ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് എടുക്കണം. നമ്മൾ 50 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് അഡൽട്ടിന് വരുന്നത്. ചിൽഡ്രൻസിനാണെങ്കിൽ 20 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കടന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈൻ ഫോറസ്റ്റുകളാണ് ഫുള്ളായിട്ടുള്ളത്. ഫുൾ പൈൻ മരങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. സത്യം പറഞ്ഞാൽ കിഡ്സിനൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞങ്ങൾ ഇവിടെ ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി ചെറുതായിട്ടൊരു പാവ് ഭാജിയൊക്കെ കഴിച്ചു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് ഞങ്ങൾക്ക് ഹിഡുംബ ടെമ്പിളാണ് കേട്ടോ. ഹിഡുംബ ടെമ്പിളിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ കൂടുതലും കുറേ കച്ചവടക്കാർ തന്നെയാണ് കേട്ടോ നിറച്ചും. അപ്പോൾ ഇവിടെ കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് ഈ ആക്കിൻ്റെ മുകളിലിരുന്ന് യാത്ര ചെയ്യുന്നതാണ്. അതിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. അതുകൊണ്ട് ഞങ്ങൾ അതിനെ മുതിർന്നില്ല. ഇതാണ് ഹിഡുംബ ടെമ്പിൾ. ഹിഡുംബ ടെമ്പിൾ സത്യം പറഞ്ഞാൽ മഞ്ഞൊക്കെ വീണ് മൂടിക്കിടക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ പോയ സമയം കറക്റ്റല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് ക്ലിയർ ആയിട്ടാണ് കണ്ടത്. മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിട്ടോ. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം അങ്ങനെ കറങ്ങാനൊന്നും നിന്നില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ റൂമിലെത്തി നമ്മുടെ ഫേവറേറ്റ് പ്ലേസായ അവിടെ പോയിരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് എൻജോയ് ചെയ്തു. ഇന്നത്തെ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞു. നൈറ്റ് ഫുഡും കഴിച്ചു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും അടുത്ത വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ.